സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് തിള വരുമ്പോഴത്തേക്കിന് നമുക്ക് ഗ്രേറ്റ് ചെയ്തേക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ 2-3 വട്ടം ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 5-6 ഗ്രാമ്പും കൂടി ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ടയും 2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കുറച്ച് പൊടിച്ച നട്ട്സും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കാരമൽ മിക്സിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് 2-3 തവണയാക്കി ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രേക്കിംഗ് ട്രേയിൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അതുപോലെ പൊടിച്ച നട്ട്സും കൂടി ചേർത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുത്തേക്കുന്ന കേക്ക് ചൂടാറുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചറിലുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.